രാഹുൽ ഗാന്ധിയുടെ കെട്ടിപ്പിടിക്കൽ പരാമർശത്തിൽ CPIM-നെതിരെ ആരോപണം ഉന്നയിക്കുകയാണ് KC വേണുഗോപാൽ. CPIM-ന്റെ മുഖം വികൃതമാക്കിയതിന് രാഹുലിനെ കുറ്റം പറയേണ്ടതില്ല. മുഖം മോശമായതിന് കണ്ണാടി തല്ലിപ്പൊട്ടിക്കുന്നത് പോലെയുള്ള അബദ്ധമാണ് വിമർശനം. കോൺഗ്രസിന്റെയും സഖ്യകക്ഷികളുടെയും പിന്തുണ കൊണ്ട് മാത്രം പാർലമെന്റിൽ അംഗത്വം നിലനിർത്തുന്ന പാർട്ടിയാണ് CPIM. CPIM-ന്റെ വിമർശനം പരിഹാസ്യമെന്നും KC വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നു. രാഹുലിനെ പരിഹസിക്കുന്നതിന് പകരം തകർച്ചയെക്കുറിച്ച് ആത്മപരിശോധന നടത്തണമെന്നും KC വേണുഗോപാൽ ഓർമ്മിപ്പിക്കുകയാണ്. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു. ശരത്ത്, ഈ രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തിനെതിരെ CPM-ന്റെ എല്ലാ നേതാക്കളും അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ കൂടി വിമർശനവും ഓർമ്മപ്പെടുത്തലും വരുന്നത്. അതേ സേതുലക്ഷ്മി, കാരണം ഇന്ത്യ സഖ്യ യോഗത്തിൽ ജോൺ ബ്രിട്ടാസ് തുടങ്ങിവെച്ച വിവാദം അല്ലെങ്കിൽ ജോൺ ബ്രിട്ടാസ് തുടങ്ങിവെച്ച ചർച്ചകൾ അത് മറ്റൊരു തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം രാഹുൽ ഗാന്ധി അന്ന് ഇന്ത്യ സഖ്യ യോഗത്തിൽ തന്നെ പിണറായി വിജയനെ വിമർശിച്ചതിലും പിണറായി വിജയനെതിരെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ അതിനടിസ്ഥാനം തനിക്ക് കിട്ടിയ വിവരങ്ങളാണ് അടക്കം പറഞ്ഞു വെക്കുകയും അത് വിവാദമാവുകയും ചെയ്ത സമയത്താണ് രാഹുൽ ഗാന്ധി ഇന്ത്യ സഖ്യത്തിൽ നടത്തിയ പ്രസംഗം കോൺഗ്രസ് തന്നെ പുറത്തുവിടുന്നത്. ഇത് CPM-നെയും അല്ലെങ്കിൽ CPI-യും ചൊടിപ്പിച്ചു എന്ന് തന്നെ വേണം പറയാൻ. ഈ കേരളത്തിന്റെ കാര്യത്തിൽ, അതായത് ദേശീയ തലത്തിൽ മറ്റൊരു നയവും കേരളത്തിന്റെ കാര്യത്തിൽ CPM-നെയും പിണറായി വിജയനെയും കർക്കശമായി തന്നെ ശക്തമായി തന്നെ എതിർക്കുമെന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് ഈ പ്രസംഗം പുറത്തു വന്നതോടുകൂടി അല്ലെങ്കിൽ കോൺഗ്രസ് പുറത്തുവിട്ടതോടുകൂടി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിനെതിരെ CPM-ഉം CPI-യും ഇടതു ബുദ്ധിജീവികളടക്കം ഇടതു സഹയാത്രയടക്കം കർക്കശമായ അല്ലെങ്കിൽ അത്രയും വലിയ രൂക്ഷമായ വിമർശനമാണ് രാഹുൽ ഗാന്ധിക്കെതിരെ ഇപ്പോൾ കേരളത്തിൽ നടത്തിയത്. അതിനെ പ്രതിരോധിച്ചുകൊണ്ടാണ് KC വേണുഗോപാൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതിൽ വളരെ പ്രത്യേകത കാരണം കൂടിയുണ്ട്. കാരണം CPM-നെ KC വേണുഗോപാൽ ശക്തമായി എതിർക്കുന്നു എന്നുള്ളത് കൂടി ഇതിൽ വ്യക്തമാക്കപ്പെടുന്നുണ്ട്. കാരണം CPM ചെയ്യേണ്ടത് രാഹുൽ ഗാന്ധിയെ വിമർശിക്കുകയല്ല. രാഹുൽ ഗാന്ധി ED വേട്ടയാടപ്പെട്ട, അതായത് ED റെയ്ഡ് നടത്തിയ ഒരു നേതാവാണ് രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധി എന്ന് മണിക്കൂറുകളോളം ചോദ്യം ചെയ്തിരുന്നു. ഇത്തരം നമ്മൾ രാഹുൽ ഗാന്ധിയുടെ ED-യുടെ ചാരൻ എന്ന രീതിയിൽ വ്യക്തമാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM അത്ര ആരോപണം ഉന്നയിക്കുന്നത് സ്വന്തം മുഖം വികൃതമായത് ശരി, ഇത് കാര്യങ്ങൾ കുറച്ചധികം സങ്കീർണതയിലേക്ക് പോകുന്നു എന്ന് തോന്നുന്നു. കാരണം രാഹുൽ ഗാന്ധി ഇവിടെ തിരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ കേരളത്തിൽ പ്രചാരണത്തിന് വന്ന് ഉന്നയിച്ച ആരോപണങ്ങൾ, CPM-നെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ ഇടതുമുന്നണിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ രണ്ടുപേരും ഇപ്പം കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖാമുഖം ഏറ്റുമുട്ടുന്ന രണ്ട് മുന്നണികളാണ്. സ്വാഭാവികമായിട്ടും ഒരു മുന്നണിയുടെ അധ്യക്ഷൻ കേരളത്തിലേക്ക് വരുമ്പോൾ മറ്റൊരു മുന്നണിക്കെതിരെ സംസാരിക്കും, വിമർശനങ്ങൾ ഉന്നയിക്കും.